ഹായ് മക്കളെ, നിങ്ങളൊരു 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൽ സത്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ മുഴുവനും കാണുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ പേര് ഷാഹിദ് റംസാൻ, സൈലത്തിലെ മാത്തമാറ്റിക്സ് ഫാക്കൽറ്റിയാണ്. 9ാം ക്ലാസ്സുകാർ പൊതുവേ നമ്മൾ പറയാറുണ്ട്, വീട്ടിലൊക്കെ പല ആളുകളെയും ഏറ്റവും ചെറിയ കുട്ടിയൊക്കെ നമുക്ക് തോട്ടിൽ നിന്നൊക്കെ കളഞ്ഞു കിട്ടിയതാണെന്ന് പറയുന്നത് പോലെ 9ാം ക്ലാസ്സുകാർക്ക് സ്കൂളുകളിൽ പ്രത്യേകിച്ചൊരു വാല്യൂ ഇല്ല എന്ന് വേണം പറയാൻ. അതിൻ്റെ റീസൺ എത്രയാണ്? 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ടുകൾ ഫോക്കസ് ചെയ്തുകൊണ്ട് പല സ്കൂളുകളിലെ ടീച്ചേഴ്സും 10ാം ക്ലാസ്സുകാർ ഏറ്റവും മികച്ച റിസൾട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് രാവിലെയും രാത്രിയൊക്കെ ക്ലാസ്സുകൾ കൊടുക്കുന്ന തിരക്കിലാണ്. പല ക്ലാസ്സുകളും കലോത്സവവും കാര്യങ്ങളൊക്കെ ആയിട്ട് മിസ്സായി പോയിട്ടുണ്ട്. പല കലോത്സവങ്ങളിലും ഏറ്റവും കൂടുതൽ വരുന്നത് 9ാം ക്ലാസ്സുകാരാണ്, 10ാം ക്ലാസ്സുകാരാണ്, 8ാം ക്ലാസ്സുകാരൊക്കെ തന്നെയാണ്. അവിടെയും ക്ലാസ്സുകൾ നടക്കാത്തൊരവസ്ഥ വരുന്നുണ്ട്. അതുകൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ടീച്ചേഴ്സും ഓടി ചാപ്റ്റർ തീർക്കുന്ന ഒരു അവസ്ഥ ഈ 9ാം ക്ലാസ്സുകാർക്ക് കുറച്ചധികം കൂടുതലാണ്. അതുകൊണ്ട് പല ക്ലാസ്സുകളിലും സിലബസ് ഓടിച്ച് തീർക്കുന്ന തിരക്കിലാണ് 9ാം ക്ലാസ്സിലെ ടീച്ചേഴ്സ്. ഞാൻ ഈ പറഞ്ഞത് സത്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇപ്പോഴൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും 9ാം ക്ലാസ്സിൽ ജസ്റ്റ് പാസ്സായാൽ പോരെ, എന്തായാലും 10ാം ക്ലാസ്സിലേക്ക് എത്തും, വലിയ പ്രശ്നമൊന്നുമില്ല, 10ാം ക്ലാസ്സുകാർക്കല്ലേ പ്ലസ് 1 പ്ലസ് 2 മാർക്കും കാര്യങ്ങളൊക്കെ വെച്ച് വേറെ സ്കൂളിലൊക്കെ അഡ്മിഷൻ വരുന്നത്, 9ാം ക്ലാസ്സിൽ എന്തായാലും നമുക്ക് ഇവിടെ തന്നെയല്ലേ വരാനുള്ളത് എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്കൂളുകളിൽ നോക്കിയാൽ കാണാൻ പറ്റും, അവിടെ പല ബാച്ചുകളായിട്ട് കുട്ടികളെ തരംതിരിച്ചിട്ടുണ്ട്. A+ കിട്ടുന്ന പ്രതീക്ഷയുള്ള കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് ക്ലാസ്, A+ ഒന്നും അത്ര കിട്ടാൻ സാധ്യതയില്ല, പക്ഷേ എന്നാലും ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുള്ള മക്കളെ ആവറേജ് ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ബാച്ച്, എന്നാൽ ജസ്റ്റ് പാസ്സാക്കി കിട്ടാൻ വേണ്ടിയിട്ട് മറ്റൊരു വിഭാഗം കുട്ടികളെ മൂന്നാമത്തെ ഒരു ബാച്ച്. ഒട്ടുമിക്ക സ്കൂളുകളിലും ഈ ഒരു ട്രെൻഡ് ഉണ്ട്. ടീച്ചേഴ്സിനെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം റിസൾട്ടുകൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം കാറ്റഗറിയിൽ ചെയ്താൽ മാത്രമേ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള രീതിയിലുള്ള റിസൾട്ടിലേക്ക് വരുള്ളൂ. അതായത് A+ ഉള്ള കിട്ടേണ്ട കുട്ടിയെയും A+ വേണ്ട ജസ്റ്റ് പാസ്സാകേണ്ട കുട്ടിയും ഒരേ ക്ലാസ്സിൽ ഇരുത്തിക്കൊണ്ട് പഠിപ്പിക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും എഫക്റ്റീവ് അല്ലാത്ത രീതിയിലായിരിക്കും ആ ക്ലാസ് റൂം പോവുക. അതുകൊണ്ട് ടീച്ചേഴ്സിന് നമുക്കൊന്നും പറയാനില്ല. പിന്നെ എന്തിനാണ് 9ാം ക്ലാസ്സിൽ നിങ്ങൾ ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കണമെന്ന് ഞാൻ പറയുന്നത്? പ്രിയപ്പെട്ട മക്കളെ, ഈ 9ാം ക്ലാസ്സിൽ നിങ്ങൾ വാങ്ങുന്ന മാർക്കിനനുസരിച്ചാണ് 10ാം ക്ലാസ്സിലേക്ക് പലപ്പോഴും നിങ്ങളുടെ ക്ലാസ് റൂമുകൾ സെലക്ട് ചെയ്യപ്പെടുന്നത്. 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കാതെ പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഒരു പക്ഷേ ബാക്ക്വേർഡ് സ്റ്റുഡൻ്റ് ആവാനും ആവറേജ് സ്റ്റുഡൻ്റായി താഴെപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും നല്ല മാർക്ക് വാങ്ങിയാൽ 100% ഉറപ്പിച്ചോ, നിങ്ങൾ ടീച്ചേഴ്സിൻ്റെ ഇടയിൽ നല്ലൊരു കുട്ടിയായിരിക്കും. ആ മാർക്ക് ഉപയോഗിച്ചുകൊണ്ട് 10ാം ക്ലാസ്സിൽ ഏറ്റവും മികച്ച ബാച്ചിലേക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അല്ല, നിങ്ങളൊക്കെ ടീച്ചേഴ്സ് ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന രീതിയിൽ 10ാം ക്ലാസ്സിൽ നിങ്ങളുടെ പ്രതീക്ഷകൾ കാണുന്ന രീതിയിൽ നിങ്ങളുടെ സ്കൂളിന് ഏറ്റവും അഭിമാനമാകാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് വളരാൻ പറ്റും. അതുകൊണ്ട് 9ാം ക്ലാസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 9ാം ക്ലാസ്സിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ 10ാം ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് കോൺഫിഡൻറ്റോടുകൂടി നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. പണ്ടൊക്കെ പറയാറുണ്ടായിരുന്നു 9ാം ക്ലാസ്സിലാണ് ഏറ്റവും നല്ല ടഫുള്ള സിലബസ് വരുന്നത്, 10ാം ക്ലാസ് അത്ര ടഫില്ലാന്ന്. പക്ഷേ ഇപ്പോൾ പറയുന്നു 9ാം ക്ലാസ് മാത്രമല്ല ടഫുള്ള സിലബസ് വരുന്നത്, 10ാം ക്ലാസ്സും സമാനമായുള്ള രീതിയിൽ പല സബ്ജക്റ്റുകളും നല്ല ടഫ് തന്നെയാണ്. അതിനാദ്യം മുതൽ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പതിയെ അസ്ത്ര ബാച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ 9ാം ക്ലാസ് ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കണം, ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായിട്ട് മാറണം, ഏറ്റവും നല്ല മാർക്കിൽ വിജയിക്കുന്ന മക്കളായിട്ട് സ്കൂളിലെയും ക്ലാസ്സിലെയും ടോപ്പേഴ്സ് ആയിക്കൊണ്ട് ടീച്ചേഴ്സിൻ്റെയൊക്കെ ഇംപ്രഷൻ പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള മക്കളായിട്ട് നിങ്ങൾ വളരണം. അതിന് നമ്മുടെയൊക്കെ സൈലത്തിൻ്റെ ക്ലാസ് ഞാൻ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആണ്. ഇനി എൻ്റെ ഗെയിമിൽ ബാച്ച് ജോയിൻ ചെയ്യേണ്ട ആളുകൾക്ക് സൈലത്തിൻ്റെ ക്ലാസ് ഞാൻ എൻ്റെ ഗെയിം ബാച്ചിലും ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു സന്തോഷ വിവരം നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. എന്താണ് ആ സന്തോഷ വിവരം? 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും എന്നുള്ളത് തന്നെയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. മടി പിടിച്ച് പഠിക്കാതിരിക്കുന്ന മക്കളോടൊക്കെ പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയെങ്കിൽ ഇന്ന് ഈ നിമിഷം, ഈ വീഡിയോ കണ്ട നിമിഷം മുതൽ നിങ്ങൾ കണ്ടു തുടങ്ങുക. വീഡിയോയുടെ പേരുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്തത് എന്ത് വീഡിയോ വേണമെന്ന് കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുക. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ.